നമസ്കാരം. സുഹേൽസ് മാത്ത് വേൾഡിൻ്റെ പുതിയ അധ്യായത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ എടുത്തിട്ടുള്ളത് ആൾജിബ്രയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾജിബ്രയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കൂടെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് സെക്ഷനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അവസാനത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് തേർഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് റിംഗ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ നമുക്കത് ആ ചാപ്റ്റർ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ബൈനറി ഓപ്പറേഷൻസിനെ കുറിച്ച് ആദ്യം പഠിച്ചു അല്ലേ? പിന്നെ ഈ ബൈനറി ഓപ്പറേഷനും ഒരു സെറ്റും കൂടെ വരുന്ന ആൾജിബ്രായിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. അതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആ ഗ്രൂപ്പിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസും ഗ്രൂപ്പിന്റെ പ്രത്യേകതകളൊക്കെ ആയിരുന്നു നമ്മൾ പിന്നെ അങ്ങോട്ടെല്ലാം പഠിച്ചു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് വരുന്ന ഒരു ആൾജിബ്രായിക് സ്ട്രക്ചറാണ് ആണല്ലോ. അതായത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റും ഏതെങ്കിലും ബൈനറി ഓപ്പറേഷനും കൂടിയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈ ദ ഗ്രൂപ്പ് ആക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അതെന്താണ് ബേസിക് ആയിട്ട് വരുന്ന എന്താണ് ഒരു ബൈനറി സ്ട്രക്ചറാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറെയുണ്ട് ബൈനറി സ്ട്രക്ചേഴ്സ്. ഓക്കെ, അതിൽ പെട്ട രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സ് ആണ് റിങ്ങും അതുപോലെ തന്നെ ഫീൽഡും. ഓക്കെ, അപ്പോൾ എന്താണ് റിങ്, എന്താണ് ഫീൽഡ്? അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പറഞ്ഞു തുടങ്ങുന്നത് റിങ്ങിനെ കുറിച്ചാണ്. റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ അവിടെ എന്തായിരുന്നു, ഒരു ബൈനറി സ്ട്രക്ചറും ഒരു സെറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആകുമ്പോൾ എന്തായാലും ആവും രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സ്, രണ്ട് ബൈനറി കോമ്പോസിഷൻസും അതുപോലെ തന്നെ ഒരു സെറ്റും. ഓക്കെ, അങ്ങനെ വരുന്ന ആൾജിബ്രായിക് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയുന്നത്, റിംഗ് എന്ന് പറയും. ഇവിടെ ഉണ്ടാവും രണ്ട് ബൈനറി ഓപ്പറേഷൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ എടുക്കുന്നത് പ്ലസും ഡോട്ടുമാണ് എന്ത് ആ ബൈനറി ഓപ്പറേഷൻ. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് നമ്മൾ ആ ബൈനറി ഓപ്പറേഷൻസ് ആയിട്ട് എടുക്കുന്നത്. അതായത് a ring is a set with a non-empty set with two binary operations, addition and multiplication. Okay, which satisfies some ring axiom. അവിടെ നമ്മൾ ഗ്രൂപ്പ് ആക്സിയംസ് ആയിരുന്നു, ഇവിടെ ആകുമ്പോൾ എന്തായാലും മാറി റിംഗ് ആക്സിയം ആയിട്ട് മാറി. അപ്പോൾ അതാണ് റിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് വരുന്ന ജനറൽ ആയിട്ട് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇനി ഫോർമൽ ഡെഫിനിഷനിലോട്ട് പോകാം. ഫോർമൽ ഡെഫിനിഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. A ring is an algebraic structure ഡിനോട്ട് ചെയ്യുന്നത് r പ്ലസ് ഡോട്ട് ആണ്. ഇവിടുത്തെ പ്ലസ് എന്ന് പറയുന്ന അഡിഷനെ സൂചിപ്പിക്കും, ഡോട്ട് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ സൂചിപ്പിക്കും. കൺസിസ്റ്റിംഗ് ഓഫ് എ നോൺ-എംപ്റ്റി സെറ്റ് R and two binary operations called addition and multiplication denoted by plus and dot respectively. അപ്പോൾ ഒരു നോൺ-എംപ്റ്റി സെറ്റ് വിത്ത് ടു ബൈനറി ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ് ബൈനറി ഓപ്പറേഷൻസ്? അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അഡിഷൻ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ പ്ലസും മൾട്ടിപ്ലിക്കേഷൻ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന പോലെ ഡോട്ടുമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഡിഫൈൻ ഓൺ ആർ എന്തായിരിക്കണം? ആ രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സും എവിടെ ഡിഫൈൻ ചെയ്യണം? ആറിൽ. ആ സെറ്റ് ആറിൽ. ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് അല്ല കേട്ടോ. റിംഗിന് കാണിക്കാൻ വേണ്ടി നമ്മൾ അത് ജി നിർത്തില്ല ഗ്രൂപ്പിനെ. അപ്പൊ അതിന് വേണ്ടി അതുപോലെ ഒരു ഇതാണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കൺഫ്യൂഷൻ ആവില്ല. അതായത് റിയൽ നമ്പറിന്റെ ആറും അതുപോലെ തന്നെ നമ്മളുടെ റിംഗിന്റെ ആറും കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, such that the following axioms satisfies. ഈ ഫോളോയിങ് ആക്സിയംസ് എന്ന് പറയുന്നത് അവിടെ ഗ്രൂപ്പ് ആക്സിയംസ് ആയിരുന്നു, ഇവിടെ എന്താണത് റിംഗ് ആക്സിയംസ് ആണ് വരുന്നത്. അപ്പോൾ ആ റിംഗ് ആക്സിയംസ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് R1 എന്ന് പറയുന്നത് R പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. R പ്ലസ് എന്ന് പറഞ്ഞാൽ R പ്ലസ് അഡീഷൻ. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. എന്താ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഗ്രൂപ്പുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ഗ്രൂപ്പ് വിത്ത് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ള ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഫസ്റ്റ് ആക്സിയം എന്താണ്? ആർ പ്ലസ് എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം, ഒരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് കാണിക്കണം. ആർ പ്ലസ് എന്ന സെറ്റും അഡീഷനും ആ ഓപ്പറേഷൻ ആ ഒരു എന്താണ് അബീലിയൻ ഗ്രൂപ്പാന്ന് കാണിക്കണം. അടുത്ത രണ്ടാമത്തെ ആക്സിയം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇസ് അസോസിയേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന അസോസിയേറ്റീവ് ആയിട്ട് കാണിക്കണം. മൂന്നാമത്തത് for all a comma b comma c belongs to r. ഇവിടെ സ്ക്രിപ്റ്റ് r അല്ല കേട്ടോ, സാധാരണ r ആണ്. സ്ക്രിപ്റ്റ് r എന്ന് പറയുന്നത് നമ്മൾ റിയൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ a comma b comma c belongs to r. then നമുക്ക് രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യാം. രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യാം. ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? a dot b plus c എന്ന് പറയുന്നത് a dot b plus b dot c ആണ്. അതുപോലെ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിൽ വരും. that is a plus b dot c is equal to a dot c plus b dot c.
ഇവിടെ നമ്മളിപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും പറയുന്നതെങ്കിലും ചില സെറ്റിനനുസരിച്ച് ഓപ്പറേഷൻസ് മാറും. ഇപ്പം റെഗുലർ ആയിട്ട് വരുന്ന ഓർഡിനറി അഡീഷനും ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനും തന്നെ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ എടുക്കുന്നത് ഞാൻ എടുക്കുന്ന ആർ എന്ന് പറയുന്ന സെറ്റ്, നമ്മൾ റിംഗ് എടുക്കുന്ന ആർ എന്ന് പറയുന്ന നോൺ സെറ്റ് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്താ വരിക, ഫംഗ്ഷൻസിന്റെ അഡീഷൻ ആണ് വരിക. ഓക്കെ ഓക്കെ, നമ്പേഴ്സ് ആണെങ്കിൽ യൂഷ്വലി നമ്പേഴ്സിന്റെ അഡീഷൻ വരും. ഇനി നമ്മൾ എടുക്കുന്ന ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ n/n മാട്രിക്സസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ n/n മാട്രിക്സ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക, മാട്രിക്സ് അഡീഷനും മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും വരിക. അപ്പൊ സെറ്റിനനുസരിച്ച് ഈ പ്ലസും ഡോട്ടും എന്തായാലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ഓർഡിനറി അഡീഷനും ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനും തന്നെ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് പറയാം. റിംഗ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ്, അതായത് പ്ലസ് ആൻഡ് ഡോട്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ, വിച്ച് സാറ്റിസ്ഫൈ 3 റിംഗ് ആക്സിയംസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആർ പ്ലസ് ഈസ് അബീലിയൻ, രണ്ടാമത്തത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, ദെൻ മൂന്നാമത്തത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ. എന്താണ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിന് ചെയ്യുന്നതും റൈറ്റ് സൈഡിന് ചെയ്യുന്നതും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് റിംഗ് എന്ന് പറയുന്ന ഡെഫിനിഷൻ. നമുക്ക് ഇനി ഇപ്പൊ റിംഗ് എന്താ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിളിലോട്ട് കിടക്കാം. എക്സാമ്പിളും കുറച്ച് പ്രോബ്ലം അതിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, അതിലോട്ട് പോകാം നമുക്ക്. ഓക്കെ, നോക്കാം നമുക്ക്. ഞാൻ എക്സാമ്പിൾസ് ഒക്കെ കുറച്ച് ക്വസ്റ്റ്യനുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. For that the following sets of numbers are rings with respect to ordinary addition and multiplication. നമ്മൾ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ബൈനറി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഓർഡിനറി അഡീഷനും ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനും ആണ്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ്, സെറ്റ് എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്ന സെറ്റ് ഒരു റിംഗ് ആണെന്ന് പോവുകയാണ്. എപ്പോൾ പ്ലസും ഡോട്ടും നമ്മൾ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനും ഓർഡിനറി അഡീഷനും ആയിട്ട് നമ്മൾ എടുത്താൽ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാണിക്കേണ്ടത് ഈ രണ്ട് ഓപ്പറേഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എവിടെ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം, സെറ്റിൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം. എന്നാൽ മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് സെറ്റിൽ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കുക. സെറ്റിൽ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്താൽ മതി, ക്ലോസ്ഡ് ആണോ നോക്കിയാൽ മതി. അഡിഷൻ എന്ന് പറയുന്നത് സെറ്റിൽ, സെറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സിൽ ക്ലോസ്ഡ് ആണോ നോക്കിയാൽ മതി. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സിൽ ക്ലോസ്ഡ് ആണോ നോക്കിയാൽ മതി. എങ്ങനെ എന്താ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ്സ് സെറ്റിനടുത്ത് ആഡ് ചെയ്താലും രണ്ട് എലമെന്റ്സ് സെറ്റിനടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും എവിടത്തെ എലമെന്റ് എന്ന് കിട്ടണം, സെറ്റിലുള്ള എലമെന്റ് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലോസ്ഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ? നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് a, b belongs to z ഞാൻ എടുത്തു. സം a, b belongs to z ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഓർഡിനറി അഡിഷൻ ആണല്ലോ. അതായത് a plus b എന്ന് പറയുന്ന അവിടെ ഉണ്ടാവും, z ഉണ്ടാവും. കാരണം എന്താ, ഏത് രണ്ട് ഇന്റീജേഴ്സ് എടുത്ത് നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക, മറ്റൊരു ഇന്റീജർ കിട്ടുക. that is a plus b belongs to z എന്ന് പറയാൻ പറ്റും. സിമിലർലി നമുക്ക് എന്താ പറയാ, a dot b belongs to z. ഇവിടെ നമ്മൾ ഇപ്പൊ a dot b നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ a dot b അല്ലെങ്കിൽ a into b എന്ന് പറയാൻ നമ്മൾ a b എന്ന് നോട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ a b കൊടുക്കട്ടെ ഇവിടെ. ഓക്കെ, അപ്പോൾ a into b അല്ലെങ്കിൽ a dot b belongs to z എന്ന് കിട്ടും. that is എന്താണ്, addition and multiplication is defined on z. that is plus and dot is defined on z. അതേപോലെ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാം, ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്തിരുന്നല്ലോ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ കാണിക്കുന്ന ഓരോ ആക്സിയംസ് കാണിക്കാം. എന്താ ഫസ്റ്റ് ആക്സിയം എന്താണ്, ആർ പ്ലസ് ഈ സബീൽ എന്ന് കാണിക്കാം അല്ലേ. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക, നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് z പ്ലസ് ഡോട്ട്, ഇതല്ല നമ്മൾ റിംഗ് വരിക. അതിലേതാ അബീലിയൻ കാണിക്കേണ്ടത്, z പ്ലസ് എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം, അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആക്സിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ R1 നമ്മൾ എടുക്കുമ്പോൾ z പ്ലസ് എന്ന് പറയുന്ന അബീലിയാണെന്ന് കാണിക്കണം. നമുക്കറിയാം ഇവിടെ നമുക്ക് എന്ത് കിട്ടി, z ക്ലോസ്ഡ് ആണ് കിട്ടി. ഇൻ അഡീഷനിൽ z ക്ലോസ്ഡ് ആണ് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണിച്ചാൽ മതി, അബീലിയൻ ഗ്രൂപ്പ് കാണിക്കാൻ എന്തെങ്കിലും കാണിക്കണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം, ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം, ഇൻവേഴ്സ് കാണിക്കണം, അതുപോലെ തന്നെ എന്തുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കണം. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഓർഡിനറി അഡിഷൻസ് ഓഫ് ഇന്റീജേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അഡിഷൻ എന്താ, എല്ലായ്പ്പോഴും അസോസിയേറ്റീവ് അല്ലേ ആണ്. സിൻസ് ഓർഡിനറി അഡിഷൻ മീൻസ് അഡിഷൻ നോക്കിയാൽ മതി, addition of integers is associative,
ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതെന്താണ് അസോസിയേറ്റീവ് ആണെന്ന് പറയുന്നത്. അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, അസോസിയേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റാണ്. സോ നമുക്ക് എന്ത് കിട്ടി, അസോസിയേറ്റീവ് ആണ് കിട്ടി, സിംപ്ലി അസോസിയേറ്റീവ് എന്ന് കിട്ടി. ദെൻ നമുക്ക് ഇനി അടുത്ത എന്ത് കാണിക്കണം, അവിടെ ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം. നോക്കിക്കോളൂ, അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ചൂസ് എനി എ ബിലോങ്സ് ടു സെറ്റ്, എ ബിലോങ്സ് സെറ്റ് ആണ് എടുത്തു. then 0 is belongs to z, 0 belongs to z ആണല്ലോ, 0 എന്ന് പറഞ്ഞാൽ z ഉണ്ടാവും, അതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ, 0 എന്ന് പറഞ്ഞാൽ z ഉണ്ടാവും. then നമുക്ക് എന്ത് കിട്ടും, that is then we have നമുക്ക് എന്ത് കിട്ടും, a plus 0 equal to a equal to 0 plus a ആണല്ലോ, a plus 0 equal to a equal to 0 plus a, that is 0 is the additive identity, 0 is the additive identity, additive identity ആണ് 0 എന്ന് പറയുന്നത് additive identity ആണ്. therefore എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0 എന്ന് പറയുന്ന additive identity എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് കിട്ടി, ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് കാണിക്കണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ആക്സിമം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം. ചൂസ് എനി എ ബിലോങ്സ് ടു ബി, സോ എ ബിലോങ്സ് ടു സെറ്റ്. then നമുക്ക് എന്ത് എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ മൈനസ് എ എന്ന് പറയുന്നുണ്ടോ, സെറ്റിൽ ഉണ്ടാവില്ലേ, നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുത്താൽ എ ബിലോങ്സ് ടു സെറ്റ് എടുത്താൽ then മൈനസ് എ ഈസ് ബിലോങ്സ് ടു സെറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, കാരണം ഇന്റീജേഴ്സ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് സീറോ കൂടിയ നമ്പർ ആണെന്ന് പറയുന്നത് ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. then നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 ഈക്വൽ ടു minus a plus a, that is minus a is the additive inverse of a, additive inverse of a, clear ആണല്ലോ, additive inverse കിട്ടി. ഇനി എന്തുകൊണ്ട് കാണിക്കണം, നമുക്ക് ഗ്രൂപ്പാണ് കിട്ടി, ആ പ്ലസ് കിട്ടി, ഗ്രൂപ്പാണ് കിട്ടി. നമുക്ക് എന്താ കാണിക്കണം, അബീലിയൻ ഗ്രൂപ്പാണെന്ന് കാണിക്കണം. അബീലിയൻ ഗ്രൂപ്പാണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നോക്കുക, അത് നോക്കേണ്ട ആവശ്യമുണ്ടോ, എന്താ നോക്കുക. അതായത് അഡിഷൻ എന്ന് പറയുന്നത് എന്താ, ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സിൻസ് അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, we have a plus b is equal to b plus a for all a comma b belongs to z, that is നമുക്ക് എന്ത് കിട്ടി, z plus is an abelian group, z plus is an abelian group. ഫസ്റ്റ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു, r1 എന്ന് പറയുന്ന ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് കാണിക്കണം, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം, അസോസിയേറ്റീവ് ആണ് കാണിക്കണം. അടുത്ത രണ്ടാമത്തെ ആക്സിയം നമുക്ക് നോക്കാം. സെക്കൻഡ് ആക്സിയം നമുക്ക് നോക്കാം. സെക്കൻഡ് ആക്സിയം നോക്കിയാൽ 2 എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് കാണിക്കണം അല്ലേ. നമുക്ക് എടുത്ത മൾട്ടിപ്ലിക്കേഷൻ എന്താ, ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അത് അസോസിയേറ്റീവ് അല്ലടാ, അല്ലേ, അതെ. അതായത് നമുക്ക് എന്താ പറയാ, സിൻസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് നമുക്ക് എന്താ പറയാൻ പറ്റും, എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി for all a comma b comma c belongs to z, for all a comma b comma c belongs to z, that is നമുക്ക് എന്ത് കിട്ടി, അസോസിയേറ്റീവ് ആണ് കിട്ടി. therefore multiplication is a property നമുക്ക് കിട്ടി. ഇനി അടുത്ത മൂന്നാമത് എന്താ, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവിലും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവിലും എന്താ കാണിക്കണം, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവിലും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവിലും എന്താ കാണിക്കണം, സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫോർ എനി a comma b comma c belongs to z നമ്മൾ എടുത്തു, a comma b comma b belongs to z എന്ന് എടുത്തു. then നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓക്കെ, അതായത് a into b plus c എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ab plus ac എഴുതി കൂടെ ab plus ac എഴുതാം. ആൻഡ് അതുപോലെ തന്നെ a
plus C into A equal to AB plus AC അത് വരുന്നു. ലെഫ്റ്റും റൈറ്റും എക്സ് ചെയ്യുന്നുണ്ട്. Thus Z plus dot is a ring. Z plus dot എന്ന് പറയുന്നത് എന്താണ്? ഒരു റിംഗ് ആണ്. നമുക്ക് ക്ലിയർ ആണല്ലോ? എളുപ്പമാണ്. കാരണം ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഓർഡിനറി അഡീഷനാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഇതേ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനും ഓർഡിനറി അഡീഷനും എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് കാണിക്കണം? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും എന്താണെന്ന് കാണിക്കണം. റിംഗ് ആണോ നിങ്ങൾ ചെയ്യേണ്ടതാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും എന്താണെന്ന് കാണിക്കണം. റിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. മീൻ ഓർഡിനറി അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അത് നിങ്ങളൊന്ന് നിങ്ങൾക്കുള്ള വർക്കായിട്ട് നിങ്ങൾ ചെയ്തു വെക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ആ വർക്ക് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് a plus b root 2 where a and b are integers is a ring with respect to ordinary addition and multiplication. എന്ന് പറഞ്ഞാൽ a plus b root 2 എന്ന ഫോമിലുള്ള നമ്പേഴ്സിന്റെ കളക്ഷൻ ഞാൻ കിട്ടും. ആ കളക്ഷൻ എന്ന് പറയുന്നത് അഡിഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഒരു റിംഗ് ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആ സെറ്റ്, അപ്പോൾ നമുക്ക് ആ സെറ്റ് ഡിഫൈൻ ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് ആ സെറ്റ് ഡിഫൈൻ ചെയ്ത് നോക്കാം. എന്താണ് ആർ എന്ന സെറ്റ് വരിക? ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് a plus root b such that a comma b belongs to z. ഇതല്ലേ വരിക? അല്ലേ? a plus b root 2 എന്ന ഫോമിൽ എഴുതാൻ പറ്റാവുന്ന എല്ലാ നമ്പേഴ്സിനും ഞാൻ എന്ത് കൊടുത്തു? ആർ എന്ന് പറയുന്ന സെറ്റിൽ കൊടുത്തു. അതല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? a plus b root 2 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റാവുന്ന എല്ലാ ഇന്റിജേഴ്സും ഏത് സെറ്റിലുണ്ട്? ഈ ആർ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. സിംപ്ലി നമുക്ക് എന്ത് പറയാം? ഈ ആർ എന്ന് പറയുന്ന സെറ്റ് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. കാരണം എന്താ? എ ബി അവിടെ നിന്ന് എടുത്ത എലമെന്റ്സ് ആണ്, സെറ്റിൽ നിന്ന് എടുത്ത എലമെന്റ്, ഇന്റീരിയേഴ്സ് എടുത്ത എലമെന്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സെറ്റ് എന്താണ്? ക്ലിയർ ആയിരിക്കും നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ, ഈ ഒരു സെറ്റ് എന്താണെന്ന് കാണിക്കണം. അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഇതെന്താണെന്ന് കാണിക്കണം? ഒരു റിംഗ് ആണെന്ന് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ക്ലോസ്ഡ് ആണ്. അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഈ സെറ്റിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്താ? ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം അല്ലേ? നമുക്ക് നോക്കാം. രണ്ട് എലമെന്റ്സ് ഞാൻ ഈ സെറ്റിൽ എടുക്കുകയാണ്. ലെറ്റ് a1 plus b1 root 2 comma a2 plus b2 root 2 belongs to r. എലമെന്റ് ആർ എടുത്തു. ഈ രണ്ട് എലമെന്റ്സും ആഡ് ചെയ്താൽ കിട്ടുന്ന എലമെന്റ് എവിടെ തന്നെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ രണ്ട് എലമെന്റും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എലമെന്റ് എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. എന്നാൽ നമുക്ക് ക്ലോസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ഓക്കെ, അപ്പൊ രണ്ടു ആഡ് ചെയ്ത് നോക്കാം. അതായത് a1 plus b1 root 2 plus a2 plus b2 root 2 equal to ആഡ് ചെയ്യുമ്പോൾ നമുക്ക് a1 ഉം a2 ഞാൻ അടുത്തടുത്ത് എഴുതി. ഒപ്പമല്ലോ? അതായത് a1 plus a2 എന്ന് എഴുതി. പ്ലസ് ഇവിടെ നോക്ക് b1 root 2 plus b2 root 2 ഉണ്ട് അല്ലേ? അവിടെ നിന്ന് റൂട്ട് ഔട്ട് സൈഡ് എടുത്താൽ എന്താ ഉണ്ടാവുക എന്നാ പറയുക? b1 plus b2 into root 2 എന്നുണ്ട്. നമുക്കറിയാം a1 ഉം a2 ഉം b1 ഉം b2 അടുത്ത എലമെന്റാ? z എലമെന്റ്സ് അല്ലേ? since a1 b1 a2 b2 is belongs to z. ഇതെല്ലാം z എലമെന്റ്സ് ആയതുകൊണ്ട് a1 plus a2 അടുത്ത എലമെന്റ് ആയിരുന്നു? z എലമെന്റ് ആയിരുന്നു. കാരണം തൊട്ട് മുമ്പത്തെ പോസ്റ്റിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? അഡിഷൻ സെറ്റിൽ എന്താ കാണിച്ചിട്ടുണ്ട്? ക്ലോസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് a1 plus a2, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന തന്നെയാണ് അല്ലേ? രണ്ട് ഇന്റീജേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അനന്തര ഇന്റീജർ കിട്ടുക. അതായത് a1 plus a2 എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. അതുപോലെ b1 plus b2 എന്ന് പറയുന്നത് തന്നെയാണ് ഇന്റീജർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് അവിടെ ഉണ്ടാവും. അതായത് ഈ a1 plus a2 plus b1 plus b2 എന്നാ കിട്ടിയത്. അതായത് സം a plus b root 2 എന്ന ഫോമിലല്ലേ ഈ എലമെന്റ് ഉള്ളത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് എലമെന്റ്, അതായത് a1 plus a2 plus b1 plus b2 root 2 is belongs to r എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? R എന്ന് പറഞ്ഞത് ക്ലിയർ ആയോ?
അതായത് A1ഉം A2ഉം എവിടെ എലമെന്റാ Z എലമെന്റാ. അങ്ങനെ A1 പ്ലസ് A2 എന്തായിരിക്കും Z എലമെന്റ് ആയിരിക്കും. അതുപോലെ B1ഉം B2 എവിടെ എലമെന്റാ Z എലമെന്റാ. ദെൻ നമുക്ക് എന്താ പറയാൻ പറ്റും A1 പ്ലസ് B1 പ്ലസ് B2 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയാൻ പറ്റും Z എലമെന്റ് എന്ന് പറയാം. Therefore A1 plus A2 plus B1 plus B2 all is belongs to R എന്ന് പറയാം. ഓക്കെ, ഒന്ന് കിട്ടി. അഡിഷന്റെ കേസ് ക്ലോസ്ഡ് ആണ് കിട്ടി അല്ലേ. ഇതേപോലെ നമുക്ക് എന്ത് കാണിക്കണം മൾട്ടിപ്ലിക്കേഷൻ കേസ് ക്ലോസ്ഡ് ആണ് കാണിക്കും. കുറച്ച് ലെങ്ത് ഉണ്ട് അവിടെ. ഞാനിതൊന്ന് ഈ ഒരു മുകളിലത്തെ ഈ അഡിഷൻ വായിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ അഡിഷൻ ചെയ്ത പോലെ നമുക്ക് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് A1 പ്ലസ് B1 root 2 into A2 plus B2 root 2. ഓക്കെ, ഇതെങ്ങനെ മൾട്ടിപ്ലൈ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ഇത് A1 into A2 എന്ന് പറയുന്നത് A1 A2 എന്ന് കിട്ടും പ്ലസ് A1 into B2 root 2 എന്ന് കിട്ടും അല്ലേ. A1 B2 root 2 പ്ലസ് അടുത്തത് B1 into B1 root 2 into A2, അതായത് A2 B1 root 2 പ്ലസ് അടുത്തത് B1 root 2 into B2 root 2 അല്ലേ. root 2 എന്തായിട്ട് മാറി 2 ആയിട്ട് മാറി. അതായത് 2 B1 B2 കേട്ടെ. ഇനി നോക്കാം നമുക്ക് ഈ A1 A2 പ്ലസ് 2 B1 B2 ഒന്നിച്ചാണ്. that is equal to A1 A2 plus 2 B1 B2 ഇത് ഒന്നിച്ച്. ഓക്കെ, പ്ലസ് ഇവിടെ നോക്കേ A1 B2 root 2 പ്ലസ് A2 B2 root 2 രണ്ടിലും എന്തുണ്ട് ഒരു root 2 കോമൺ ആണ് അല്ലേ. root 2 ഔട്ട് സൈഡ് എടുത്താൽ എന്താ കിട്ടും നമുക്ക് A1 B2 പ്ലസ് A2 B1 ഇൻറ്റു എന്ത് കിട്ടും root 2 അല്ലേ. നോക്കിക്കോട്ടോ ശ്രദ്ധിക്കണേ. A1ഉം A2 എവിടുത്തെ എലമെന്റാ Z എലമെന്റാ. അങ്ങനെയാണെങ്കിൽ A1 A2 എന്തായിരിക്കും Z എലമെന്റ് ആയിരിക്കും. B1ഉം B2 എവിടുത്തെ എലമെന്റാ Z എലമെന്റ് ആണ്. 2 B1 B2 എവിടുത്തെ എലമെന്റ് അവൻ Z എലമെന്റ് ആയിരിക്കും. therefore ഈ ടോട്ടൽ എലമെന്റ് എന്ത് കിട്ടും നമുക്ക് belongs to Z എന്ന് കിട്ടും കിട്ടില്ലേ. അതേപോലെ A1 B2 പ്ലസ് A2 B2 എവിടുത്തെ എലമെന്റ് കിട്ടും Z എലമെന്റ് ആണ്. കാരണം Z ല് അതായത് ഇൻഡിജേഴ്സിൽ എന്താണ് അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്താണ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും this whole element is belongs to R എന്ന് പറയാൻ പറ്റും. that is R is closed. എന്താണ് അഡിഷനിലും മൾട്ടിപ്ലിക്കേഷനിലും എന്താണ് നമ്മളെ സെറ്റ് R എന്ന് പറയുന്നത് എന്താണ് ക്ലോസ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആക്സിയംസ് കാണിക്കും. അതായത് R1 എന്ന് പറയുന്ന ആക്സിയം അതുപോലെ എല്ലാ ആക്സിയംസ് നമുക്ക് പോവുക. ഓക്കെ, അതിന് ആക്സിയംസിലോട്ട് കിടക്കണം. എന്താ ഫസ്റ്റത്തെ R1 എന്ന് പറയുന്നത് എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ R പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് കാണിക്കണം അല്ലേ. R പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് കാണിക്കണം. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ നമ്മൾ ആദ്യം ചെയ്യണം അത് ക്ലോസ്ഡ് ആണോ നോക്കേണ്ടത്. അപ്പോൾ ക്ലോസ്ഡ് ആണ് നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇനി ഫസ്റ്റ് കേസ് നമുക്ക് അസോസിയേറ്റീവ് ആണ്. നമുക്കറിയാം അഡിഷൻ എന്ന് പറയുന്നത് എന്താ ഓൾവേസ് അസോസിയേറ്റീവ് അല്ലേ. അസോസിയേറ്റീവ് അല്ല ഓർഡിനറി അഡിഷൻ എന്ന് പറയുന്നത്. നമുക്ക് അത് ഒറ്റ സെന്റൻസിൽ എഴുതിയാൽ മതി. addition is associative. അയ്യോ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഓൺ R Z ൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Z ന്റെ സബ്സെറ്റ് ആണെന്ന് പറയുന്നത് R എന്ന് പറയുന്നത്. സോ നമുക്ക് R എക്സിസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് എന്താ പറയാ A പ്ലസ് B പ്ലസ് C is equal to A പ്ലസ് B പ്ലസ് C for all A comma B comma C belongs to A comma B comma C ഇത് എഴുതുന്ന ആവശ്യമില്ല കേട്ടോ. അസോസിയേറ്റീവ് ആണ് കിട്ടി. ഇനി അടുത്ത എന്ത് കാണിക്കാം അസോസിയേറ്റീവ്. ഓക്കെ, ജസ്റ്റ് അഡിഷൻ ആയതുകൊണ്ട് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് കാണിക്കണം എന്താ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം അല്ലേ. നോക്കാം നമുക്ക്. choose any A plus B root 2 belongs to capital R. ഒരു എലമെന്റ് എടുത്തു. ഈ എലമെന്റ് ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം അല്ലേ. നമുക്കറിയാം ഈ എ ബി അടുത്ത എലമെന്റാ Z എലമെന്റ് അല്ലേ. അപ്പൊ Z ആരുണ്ട് 0 എന്ന് പറയുന്ന എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Z 0 എന്ന് പറയുന്ന എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിൻസ് 0 is belongs to Z. 0 Z ഉള്ളതുകൊണ്ട് ഞാൻ എഴുതുന്നു കേട്ടോ. 0 Z ഉള്ളതുകൊണ്ട് 0 plus 0 root 2 എന്താ വരിക 0 എന്നല്ല വരിക അല്ലേ. which is belongs to R എന്ന് പറഞ്ഞത്
സീറോ ഉണ്ട് സെറ്റിൽ എലമെന്റ് ആണ്, ഈ സീറോയും സെറ്റിൽ എലമെന്റ് ആണ്. അപ്പോൾ സീറോ പ്ലസ് സീറോസ് കൂട്ടിട്ട് എന്ന് പറയുന്ന അടുത്ത എലമെന്റ് ആയിരിക്കും ആറ് എലമെന്റ് ആയിരിക്കും അല്ലേ അല്ലേ. ദെൻ നമുക്ക് നേരെ നോക്കി, അതായത് എ പ്ലസ് ബി റൂട്ട് ടു പ്ലസ് സീറോ പ്ലസ് സീറോ റൂട്ട് ടു ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി റൂട്ട് ടു എന്ന് കിട്ടും. ദെൻ പ്ലസ് ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് എ പ്ലസ് ബി റൂട്ട് ടു എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0 equal to 0 plus 0 root 2 is the identity element. Is the identity element. Clear ആയോ? Clear ആയോ? 0 എന്ന് പറയുന്ന എലമെന്റ് സെറ്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് 0 പ്ലസ് 0 റൂട്ട് ഇടാറുണ്ട് നമ്മുടെ 6 എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് കാണിക്കണം, ഇൻവേഴ്സ് കൂടെ കാണിക്കണം. ഓക്കെ, ഇൻവേഴ്സിനെസ് നോക്കാം നമുക്ക്. ഇൻവേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ചൂസ് എനി എ പ്ലസ് ബി റൂട്ട് ടു ബിലോങ്സ് ടു ആർ ആകുന്നു. സിൻസ് എ കോമ ബി ബിലോങ്സ് ടു സെറ്റ്, നമുക്കറിയാം എ ബി അടുത്ത എലമെന്റ് ആയിരിക്കും സെറ്റിൽ എലമെന്റ് ആയിരിക്കും അല്ലേ. നമുക്ക് എന്ത് കിട്ടും, മൈനസ് എ കോമ മൈനസ് ബി ബിലോങ്സ് ടു സെറ്റ് ആയിരിക്കും. എയും ബിയും സെറ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും സെറ്റിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ therefore that is minus a plus minus b root 2 is belongs to എവിടെയായിരിക്കും ആർ ആയിരിക്കും. മൈനസ് എ മൈനസ് ബി സെറ്റിൽ ഉണ്ടെങ്കിൽ മൈനസ് എ പ്ലസ് മൈനസ് ബി റൂട്ട് 2 എന്ന് പറയുന്ന അടുത്ത എലമെന്റ് ആയിരിക്കും ആർ എലമെന്റ് ആയിരിക്കും. നമുക്ക് നേരെ നോക്കാം രണ്ടും കൂടെ അല്ലേ. ദാറ്റ് ഈസ് ദെൻ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി റൂട്ട് 2 പ്ലസ് minus a plus minus b root 2 equal to കിട്ടും 0 plus 0 root 2 എന്ന് കിട്ടും. തിരിച്ചു അതുപോലെ തന്നെ ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, മൈനസ് എ പ്ലസ് മൈനസ് ബി റൂട്ട് 2 ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ആർ. ആളുള്ള ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആർ പ്ലസ് ഈസ് ആർ പ്ലസ് ഇസ് എ ഗ്രൂപ്പ് എന്ന് കിട്ടും അല്ലേ. നമുക്ക് എന്തുകൂടെ കാണിക്കണം, ആർ പ്ലസ് എന്ന് ഗ്രൂപ്പാണ് കിട്ടി. നമുക്ക് എന്ത് കാണിക്കണം, ആർ പ്ലസ് എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പാണ് കാണിക്കണം. അങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താ, സിൻസ് അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. വി ഹാവ് നമുക്ക് എന്ത് കിട്ടും, വി ഹാവ് ആർ പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. ആർ പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് കിട്ടും. അതായത് ആർ പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് അബീലിയൻ ഗ്രൂപ്പ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇൻവേഴ്സും ഐഡന്റിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓക്കെയല്ലേ. ക്ലിയർ. ഇനി നമുക്ക് എന്ത് കാണിക്കണം, രണ്ടാമത്തെ ആക്സിയംസ് കൂടെ കാണിക്കണം. രണ്ടാമത്തെ ആക്സിയംസ് ഏതൊക്കെയാണ് വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന അസോസിയേറ്റീവ് എന്ന് കാണിക്കണം. ദെൻ അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് കാണിക്കണം. ഓക്കെ, നമുക്ക് അതിലോട്ട് കടക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കണം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓർഡിനൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത്, ഓർഡിനൽ മൾട്ടിപ്ലിക്കേഷൻ എന്താ, അസോസിയേറ്റീവ് അല്ലേ. അപ്പൊ R2 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യൂലേ, R2 സാറ്റിസ്ഫൈ ചെയ്യില്ല. കാരണം എന്താ, മൾട്ടിപ്ലിക്കേഷൻ ഈസ്, അത് നേരത്തെ അസോസിയേറ്റ് ചെയ്തപോലെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. ജസ്റ്റ് ചെയ്തിട്ടാണ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഓർഡിനൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് അറിയാം. അതിനകത്ത് സെപ്പറേറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത് എന്താ കാണിക്കണ്ടേ, ആർത്ത് കാണിക്കാം അല്ലേ. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കാണിക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മാത്രം കാണിക്കും, മറ്റേ സിമിലർലി എന്ന് കണ്ടു കഴിഞ്ഞാൽ മതി. അതിന് സെയിം ആണ് വരിക, ചെറിയ ഇതിന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുന്ന പറയുമ്പോൾ ഫോർ എനി എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ബിലോങ്സ് ടു ആർ. ഒരു എക്സും വൈയും സെറ്റ് എവിടെ നിർത്തും, എവിടെ നിർത്തും, ആർ നിർത്തും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, a1 പ്ലസ് b1 റൂട്ട് 2 ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, a2 പ്ലസ് b2 റൂട്ട് 2 ആയിരിക്കും. ആൻഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, a3 പ്ലസ് b3 റൂട്ട് 2 ആയിരിക്കും അല്ലേ. എക്സും വൈ ആറ് എലമെന്റ് ആണ്. ഈ ആറ് എലമെന്റ് എല്ലാം ഈ a പ്ലസ് ബി റൂട്ട് 2 എന്ന് പറഞ്ഞ ഫോമിലല്ലേ അല്ലേ. ഓക്കെ, നമുക്ക് ആ ലെഫ്റ്റ് ക്യാൻസലേഷൻ നോക്കാം. ലെഫ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, x ഇൻറ്റു വൈ പ്ലസ് സെറ്റ് ആണ്
അല്ലേ? ഈ എക്സ് ഇൻറ്റു വൈ പ്ലസ് സെഡ് എന്ന് കാണിക്കണം നമുക്ക്. ഇതെന്ത് കാണിക്കണം? എക്സ് വൈ ഇൻറ്റു എക്സ് വൈ പ്ലസ് എക്സ് സെഡ് എന്ന് കാണിക്കണം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക. എക്സിന്റെ സ്ഥാനത്ത് a1 b1 കൂട്ടിട്ടു, വൈന്റെ സ്ഥാനത്ത് a2 b2 കൂട്ടിട്ടു, സെഡിന്റെ സ്ഥാനത്ത് a3 b3 കൂട്ടി കൂട്ടിട്ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇപ്പൊ എന്ത് കിട്ടും? a1 പ്ലസ് b1 കൂട്ടിട്ടു ഇൻറ്റു a1 പ്ലസ് b2 കൂട്ടിട്ടു പ്ലസ് a3 പ്ലസ് b3 കൂട്ടിട്ടു എന്ന് കിട്ടും. ഓക്കെ, ഇത് നോക്കി, ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത് നമുക്ക് ആഡ് ചെയ്തൂടെ? ആഡ് ചെയ്തൂടാ? ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു a1 പ്ലസ് b1 റൂട്ട് 2 ഇൻറ്റു എന്ത് കിട്ടും? a1 പ്ലസ് a3 പ്ലസ് b2 പ്ലസ് b3 റൂട്ട് 2 എന്ന് കിട്ടും. b2 പ്ലസ് b3 റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ മൾട്ടിപ്ലൈ വന്നാൽ കിട്ടുക which is equal to അത് a1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a1 into a1 plus a3 plus a1 into b2 plus b3 root 2 plus multiply ചെയ്താൽ b1 root 2 into a1 plus a3 b1 root 2 into a1 plus a3 then ഇത് ചെയ്താൽ എന്താ കിട്ടുക? ഈ root 2 എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. അപ്പോൾ എന്ത് കിട്ടും? plus 2 into b1 into b2 plus b3 ഓക്കെ, b into b2 plus b3 ഓക്കെ. നമുക്ക് നോക്കിക്കോട്ടോ. നോക്കിക്കോ, which is equal to നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ് ഇതിനെ. നോക്കിക്കോളൂ, ഇത് a1 into a1 plus a3 അല്ലേ? സോറി, a1 അല്ലേ, a2 അല്ലേ? ഇവിടെ a2 അല്ലേ വരാം? a2 പ്ലസ് a3 ആണ്. ഇവിടെ 2b1 b2 പ്ലസ് b3 അത് രണ്ടും കൂടെ ഞാൻ എന്ത് ചെയ്തു? അടുത്തടുത്ത് ചെയ്തു. അതായത് a1 ഇൻറ്റു a2 പ്ലസ് a3 പ്ലസ് 2b1 ഇൻറ്റു b2 പ്ലസ് b3 എന്ന് പറയുന്നത് ഞാൻ ഒരു ഭാഗത്ത് എഴുതി. പ്ലസ് ഇവിടെ നോക്ക്, ഈ രണ്ട് ടേമിൽ ആര് കോമണാ? റൂട്ട് 2 കോമൺ അല്ലേ? ഈ രണ്ട് ടേമിൽ റൂട്ട് 2 കോമൺ അല്ലേ? അത് നമ്മൾ ഔട്ട് സൈഡ് എടുത്താൽ എന്താ കിട്ടുക? നമുക്ക് എന്താ കിട്ടുക? ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും നമുക്ക്? b1 ഇൻറ്റു a2 പ്ലസ് a3 b1 ഇൻറ്റു എന്ത് കിട്ടും? b1 ഇൻറ്റു a2 പ്ലസ് a3 പ്ലസ് a1 ഇൻറ്റു b2 പ്ലസ് b3 ഇൻറ്റു റൂട്ട് 2 അല്ലേ? ഇൻറ്റു റൂട്ട് 2. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയത് മുളത്തൊന്ന് മാറ്റിയാണ്. ഇനി മുളത്തൊന്ന് ഉറപ്പിയാണ്. ഓക്കെ, ഇതുപോലെ കിട്ടും. നമുക്ക് ഒന്ന് ഇതിനെ നോക്കിക്കോട്ടെ. ഇനി ഞാൻ a1 b1 റൂട്ട് 2 അതുപോലെ തന്നെ നമ്മളെ a1 b1 റൂട്ട് 2 a2 b2 റൂട്ട് 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും നമുക്ക്. a1 b1 റൂട്ട് 2 a2 b2 റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും നമുക്ക്. നോക്കിക്കോളൂ, a1 ഇൻറ്റു ഒരു മിനിറ്റ്, ഞാൻ ഇതിലൊന്ന് മാറ്റിയത് നോക്കിക്കോട്ടോ. ഒന്ന് മാറ്റിയത് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ എങ്ങനെയാണ് മാറ്റിയത്? a1 പ്ലസ് b1 റൂട്ട് 2 ഇൻറ്റു a2 പ്ലസ് b2 റൂട്ട് 2 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും നോക്കാം. എന്താ? a1 a2 അല്ലേ? a1 a2 പ്ലസ് a1 b1 റൂട്ട് 2 അല്ലേ? ഇവിടെ കിട്ടും b1 റൂട്ട് 2 a2 ആണല്ലോ. പിന്നെ അടുത്തത് b1 റൂട്ട് 2 ഇൻറ്റു b2 റൂട്ട് 2b1 റൂട്ട് 2 എന്ന് കിട്ടും ആണല്ലോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കിക്കോളും. നേരത്തെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്. നോക്കിക്കോളും, ഇവിടെ നോക്കി, ഞാൻ ഈ മൊത്തം ടേം ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത്, അതായത് a1 പ്ലസ് b1 റൂട്ട് 2 ഡോട്ട് a2 പ്ലസ് b2 റൂട്ട് 2 പ്ലസ് a1 പ്ലസ് b2 റൂട്ട് 2 ഇൻറ്റു a3 പ്ലസ് b3 റൂട്ട് 2 ഫോമിൽ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടുമെന്ന് നോക്കിയാൽ മതി നമുക്ക് അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്കാണ് ഈ ലാസ്റ്റത്തെ ആൻസർ എന്ത് ചെയ്താൽ കിട്ടുമെന്ന് നോക്കിയാൽ മതി. നല്ല നമുക്ക് ഈക്വൽ നമുക്ക് നോക്കാം. നമുക്ക്
then multiply എന്താ കിട്ടുക a1 a2 plus a1 b2 root 2 plus b1 sorry a2 b1 root 2 എന്ന് കിട്ടും അല്ലേ പ്ലസ് 2b1 b2 എന്ന് കിട്ടും ഇവിടെ പ്ലസ് a1 a3 plus a1 b3 root 3 plus a1 b3 root 3 plus a3 b1 root 2 plus 2b1 b3 ആണല്ലോ ഇനി നോക്കുക നമുക്ക് ഇവിടെ a1 a2 ഉണ്ട് ഇവിടെ a1 a3 ഉണ്ട് അതിൽ a1 ഔട്ട്സൈഡ് എന്താ കിട്ടുക a1 into a1 plus a3 എന്ന് കിട്ടും പ്ലസ് ഇവിടെ കൂട്ടിട്ടുണ്ട് ഇവിടെ കൂട്ടിട്ടുണ്ട് ആ റൂട്ടിനെ പുറത്ത് കിട്ടുന്നത് തൊട്ട് നമുക്ക് റൂട്ട് 2 ഇൻറ്റു a1 കിട്ടില്ല അങ്ങനെയല്ല a1 b2 റൂട്ട് 2 ഉണ്ട് ഇവിടെ a1 b3 റൂട്ട് 2 ഉണ്ട് അല്ലേ അവിടെ ഇവിടെ a1 a2 കോമൺ ആണ് ഇവിടെ a1 a2 കോമൺ ആണ് ആ ഔട്ട് സൈഡിൽ എന്താ കിട്ടുക a1 റൂട്ട് 2 ഇൻറ്റു b1 പ്ലസ് b2 എന്ന് കിട്ടും a1 റൂട്ട് 2 ഉണ്ട് b1 പ്ലസ് b2 എന്ന് കിട്ടും ആണല്ലോ അതേപോലെ തന്നെ a2 b1 റൂട്ട് 2 ഉണ്ട് ഇവിടെ a2 b1 റൂട്ട് 2 ഉണ്ട് ഇവിടെ എന്തുണ്ട് a2 b2 b1 റൂട്ട് 2 a1 ഒരു മിനിറ്റ് ഓക്കെ നോക്കിക്കോളൂ ചെറിയ ഡൗട്ട് വന്നതാണ് ഓക്കെ നോക്കിക്കോളൂ നമ്മളിപ്പോൾ എന്ത് കിട്ടി ഈ രണ്ട് ഇവിടെ നമ്മൾ a1 റൂട്ട് 2 ഇവിടുന്നു ഇവിടെ രണ്ടും പാടെ a1 കൊടുത്ത് ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് എന്ത് a1 റൂട്ട് 2 ഇൻറ്റു b1 പ്ലസ് b2 എന്ന് ഇനി നോക്കി ഇവിടെ 2b1 b2 ഉണ്ട് 2b1 b3 ഉണ്ട് അല്ലേ ആ രണ്ടും പാടെ ആറ് പുറത്ത് കിടക്കുക 2b1 പുറത്ത് കിടക്കുക ഒന്ന് കിട്ടും പ്ലസ് 2b1 ഇൻറ്റു b2 പ്ലസ് b3 എന്ന് ഇനി അടുത്തത് ഇവിടെ നോക്കി a2 b1 റൂട്ട് 2 ഉണ്ട് a3 b1 റൂട്ട് 2 ഉണ്ട് അല്ലേ അവിടെ നാല് പുറത്ത് കിടക്കുക b1 റൂട്ട് 2 പുറത്ത് കിടക്കുക എന്താ കിട്ടുക നമുക്ക് a2 പ്ലസ് a3 എന്ന് കിട്ടും ഇനി അത് എടുക്കാണ്ടോ എല്ലോ ആയില്ലേ ഇനി നമ്മൾ ഈ രണ്ട് ടേം അടുത്തത് എഴുതി that is a1 into a1 plus a3 plus 2b1 into b2 plus b3 ആണല്ലോ ഇനി ഇവിടെ ഈ രണ്ട് ടേം കൂടെ ആര് കോമൺ ആണ് റൂട്ട് 2 കോമൺ ആണ് ആ റൂട്ടിനെ പുറത്ത് എന്താ കിട്ടുക പ്ലസ് a1 into b1 plus b2 plus b1 into a1 a2 plus a3 into root 2 എന്നുണ്ട് ഇതല്ലേ നമുക്ക് താഴെ കിട്ടിയത് അല്ലേ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ചെയ്താൽ പറ്റില്ല നമുക്ക് പറ്റൂലേ ഇത് നിങ്ങൾ ഈ ഒരു റീസൺ ഇതിന്റെ ബ്രാക്കറ്റിലായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഈ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു റീസൺ നിങ്ങൾ ബ്രാക്കറ്റിൽ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി നോക്കിക്കോളൂ അപ്പൊ നോക്കി a1 b1 കൂട്ടുന്നതാണ് എന്താ എടുത്തിട്ടുള്ളത് x ആയിട്ട് എടുത്തത് അതായത് a2 b2 കൂട്ടുന്ന എന്തായിട്ട് എടുത്തത് y ആയിട്ട് എടുത്തത് പ്ലസ് a1 b1 കൂട്ടുന്നതാണ് x ആണ് ദെൻ y എന്ന് കിട്ടും സോറി z എന്ന് കിട്ടും ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി x into y plus z is equal to കിട്ടി xy plus xz എന്ന് കിട്ടി therefore this satisfies the left hand distributive law അതുപോലെ തന്നെ നമ്മൾ ഈ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ത് ചെയ്യും സോറി റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും therefore നമുക്ക് എന്ത് പറയാൻ പറ്റും r plus dot is a ring എന്ന് പറയാം ക്ലിയർ ആണല്ലോ ആ ക്വസ്റ്റ്യനിൽ അവസാനത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നെങ്കിൽ നമ്മളത് ഓവർകം ചെയ്തു ഓക്കെ അപ്പം ഇത് ക്ലിയർ ആയിരിക്കുന്നു ഓക്കെ ആണല്ലോ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് സുഹേൽസ് മാത്ത് വേൾഡ്